അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുഞ്ചിരിക്കുക, എല്ലാവരും മനസ്സ് തുറന്ന് സന്തോഷത്തോടെ പുഞ്ചിരിക്കുക. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളിലൊതുക്കി മുഖത്ത് അത് പ്രകടിപ്പിക്കാതിരിക്കുക. മുഖത്ത് അലോസരം വരാതിരിക്കുക. സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സഹനത്തിൻ്റെ ഒരു മൂല്യ സമ്പത്ത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ആരോഗ്യം നിലനിൽക്കുന്നത്. ടെൻഷനും പ്രയാസങ്ങളൊക്കെ തലയിൽ കയറ്റി മുഖത്ത് മ്ലാനത വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം ചുരുങ്ങിപ്പോകുന്നു, ഹൃദയം ചുരുങ്ങിപ്പോകുന്നു, വിശാല മനസ്സ്, പ്ലെയിൻ ഹാർട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളെല്ലാം പ്ലെയിൻ ഹാർട്ടുകളാകണം. ഒന്നും അങ്ങോട്ട് വെച്ച് സേവ് ചെയ്ത് വെക്കാതിരിക്കുക. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന വല്ലതൊക്കെ കേൾക്കുമ്പോൾ ഈ ചെവിയിലൂടെ വിട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങോട്ട് തള്ളിക്കളയുക. ആവശ്യമുള്ളത് മാത്രം, എനിക്ക് ഗുണമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സേവ് ചെയ്യുക. നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല സംസാരങ്ങൾ, നല്ല നല്ല മോട്ടിവേഷനുകൾ നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്ത് വെക്കുക. അതെപ്പോഴും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുക. കുറഞ്ഞ കാലമുള്ള ജീവിതത്തിൽ പുഞ്ചിരിയോടെ ജീവിക്കുക. ത്വലാഖത്തുൽ വജ്ഹ് സൽസ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് മുഖത്തിൻ്റെ പ്രസന്നത. മുഖത്ത് കുറേ പ്രസന്നത നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മളെന്താകും, നമ്മൾ പൊതുവെ അപ്പോൾ ആളുകൾ ചോദിക്കും, എന്താ മുഖത്തൊരു പ്രശ്നം, എന്താ നിനക്കൊരു ടെൻഷൻ, എന്താ നിനക്കൊരു പ്രയാസം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മുഖം ചുരുങ്ങിപ്പോയാൽ, മ്ലാനത വന്നു പോയാൽ, അത് നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും ബാധിക്കും. ഒന്ന് പുഞ്ചിരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ദിവസവും ഒരു 10 പേരോടെങ്കിലും ഞാൻ പുഞ്ചിരിക്കുമെന്നൊന്ന് കരുതുക. ആ പുഞ്ചിരിയിൽ ഒരുപാട് സദക്കുണ്ട്. ആ പുഞ്ചിരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉള്ളിൽ പ്രയാസം വെച്ചുകൊണ്ട് ഒരിക്കലും പുഞ്ചിരിക്കരുത്. പ്രയാസം ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. അതവിടെ നിൽക്കട്ടെ. അത് വരുമ്പോൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നല്ലാതെ പ്രയാസങ്ങളെല്ലാം കൂടി മനസ്സിലിട്ട് തികട്ടി അത് ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിച്ചിരിക്കരുത്. നല്ല സമയം നോക്കിയിട്ട് ദയാനിധിയായ റബ്ബിലേക്ക് കൈനീട്ടി കരയുക. ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ശരിക്ക് പറഞ്ഞ് കരയുക റബ്ബിനോട്. ഒരാളെ മുന്നിലും നമ്മൾ കരയരുത്. ഒരാളെ മുന്നിലും നമ്മൾ കരയരുത്. അത് നമ്മൾ കരുതും പോലെ ആകില്ല നമ്മളെ കാണുന്നവർ. എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും ആരെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ്. എന്നെപ്പോലെ എന്നെ മനസ്സിലാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. അത് ഭാര്യയായാലും മക്കളായാലും ഭർത്താവായാലും ആരായാലും എന്നെ മനസ്സിലാക്കിയതുപോലെ ഒരാൾക്കും അപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാ? എനിക്ക് ഞാൻ തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയുന്ന സെൽഫ് ലവ്, സ്വന്തം ശരീരത്തെ ഒന്ന് സ്നേഹിക്കാൻ നോക്കുക. വെറുപ്പും കറുപ്പും വൈരാഗ്യവും എല്ലാം കൂടി ഹമ്മിലേറ്റി തലയിൽ കയറ്റി ആരോടൊക്കെയോ വൈരാഗ്യം തീർക്കാൻ, ആരോടൊക്കെയോ വിഷമങ്ങൾ തീർക്കാൻ, ആരോടൊക്കെയോ ഉള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കരുത്. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. നടക്കുന്നതൊക്കെ നടക്കും. ദുന്യാവ് അങ്ങനെയാണ്. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്നിട്ട് വേണം എനിക്കൊന്ന് പുഞ്ചിരിക്കാൻ എന്ന് കരുതരുത്. ചില ആളുകളൊക്കെ മുഖത്ത് വല്ലാത്ത ഹമ്മ് കാണുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിച്ച് മനസ്സ് സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ, ഇല്ല, അതിനൊന്നും കഴിയില്ല. പുഞ്ചിരിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ചിരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെതിരാണ്. അള്ളാഹു നമുക്ക് തന്ന നാവ് സംസാരിക്കാൻ കഴിവ് തന്നതാണ്. നമുക്ക് കാണാൻ കണ്ണ് തന്നിട്ടുണ്ട്.
നമുക്ക് ശ്വസിക്കാൻ മൂക്ക് തന്നിട്ടുണ്ട്, നമുക്ക് കേൾക്കാൻ ചെവി തന്നിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എവിടെ വെച്ചാൽ തീർക്കുക? അമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ള ചെയ്ത നിഅമത്തുകളൊന്ന് എടുത്തു പറയാൻ, അതേക്കുറിച്ചൊന്ന് ഓർക്കാൻ നമ്മൾ സമയം കാണാതെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലോ ഫാമിലി ലൈഫിലോ അതല്ലെങ്കിൽ മറ്റ് വല്ല ബിസിനസ് രംഗത്തോ വരുമ്പോഴേക്ക് ഓവർ ടെൻഷൻ വന്ന് ശരീരത്തെ കേടുവരുത്തരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ആ കിട്ടുന്ന സമ്പാദ്യമോ ഇല്ലെങ്കിൽ കടം മേടിച്ചെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടി വരും. ഹോസ്പിറ്റലിൽ നിത്യരോഗിയായി ഹോസ്പിറ്റൽ ഡോക്ടർ നമ്മുടെ നിത്യ സന്ദർശകനായി മാറും. അവിടേക്കൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നല്ലത് വരട്ടെ. അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും.